തളർന്നു കിടക്കുന്ന ഒരു ഭർത്താവിനെ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഭ്രാന്തിയായിട്ടുള്ളൊരു ഭാര്യയുടെ കാര്യങ്ങളിൽ സദാ ശ്രദ്ധാലുവായിരിക്കുന്ന ചില മനുഷ്യരോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയണ ഒറ്റ കാര്യമുള്ളൂ: കർത്താവിൻ്റെ അൾത്താരയുടെ മുൻപിൽ വെച്ച് ഞങ്ങൾ സ്വീകരിച്ചതാണ്, വിട്ടുകളയാൻ പറ്റില്ല. എന്തൊക്കെയാണ് ഈറ്റ് വാട്ട് ഈസ് ഇറ്റ്? ഇത് ബന്ധങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല, ചില കാര്യങ്ങൾ മാറിപ്പോവാത്ത ചില രോഗാവസ്ഥകൾ, ജീവിതത്തിൽ നമ്മൾ കടന്നു പോകേണ്ടി വരുന്ന കുറെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ സ്വർഗം എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന പാനപാത്രങ്ങളാണെങ്കിൽ മാറിപ്പോകാൻ പ്രാർത്ഥിച്ചോ, പ്രശ്നമില്ല. കർത്താവ് പോലും പ്രാർത്ഥിക്കുന്നുണ്ട്, പിതാവേ പറ്റുമെങ്കിൽ പാനപാത്രം എടുത്തു മാറ്റി. പക്ഷേ നിന്റെ ഇഷ്ടം അത് ഞാൻ കുടിക്കണമെന്നാണെങ്കിൽ പിന്നെ അതിനകത്ത് യാതൊരു സംശയവുമില്ല, എതിര് പറച്ചിലുമില്ല, ഞാൻ റെഡിയാണ്. കുടുംബത്തിന്റെ കെട്ടുറപ്പിന്റെ അടിസ്ഥാനം ഇതാണ്. ദൈവം എൻ്റെ ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ച് വിളമ്പി വെച്ചിരിക്കുന്ന മനുഷ്യര് ജീവിതാനുഭവങ്ങള് സ്നേഹപൂർവ്വം സ്വീകരിക്കാൻ മനസ്സിനെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങൾ കുറച്ചുകൂടെ എളുപ്പമാണ്. പരാതി പറയാതെ, കുറ്റപ്പെടുത്താതെ, വിധിവാചകങ്ങളില്ലാതെ നമുക്കിങ്ങനെ സ്നേഹിക്കാൻ പറ്റും. ഒപ്പമുള്ളവരെ അങ്ങനെ ഒന്ന് ചേർത്ത് പിടിച്ചിരുത്തിക്കൊണ്ട്, ദൈവമേ ഇവരെയൊക്കെ ഓർത്ത് നന്ദി പറയുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ പ്രിയപ്പെട്ടവരെ ഓരോരുത്തരെയും ഈ ദിവ്യകാരുണ്യനാഥൻ്റെ തിരുസന്നിധാനത്തിലേക്ക് സമർപ്പിച്ചു അവിടുത്തെ അനുഗ്രഹം നമ്മുടെ ബന്ധങ്ങൾക്ക് മേൽ ആശീർവാദമായി പടരട്ടെ എന്ന വലിയ പ്രാർത്ഥനയോടുകൂടെ മുട്ടിന്മേൽ നിന്ന് ഈശോയുടെ അനുഗ്രഹം നമുക്ക് സ്വീകരിക്കാം.